നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ PT തോമസ് സ്മാരക മുനിസിപ്പൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീര കർഷകർക്കായി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇരട്ടയാറിൽ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്ക് കാരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴവര അർബൻ PHCയുടെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. കോലാനി ജംഗ്ഷനിൽ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ PT തോമസ് സ്മാരക മുനിസിപ്പൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. PJ ജോസഫ് MLA മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ പുതിയതായി പണികഴിപ്പിച്ച ലൈബ്രറി മന്ദിരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നാടിന് സമർപ്പിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തൊടുപുഴ IMA റോഡിൽ ലൈബ്രറി മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അക്ഷരങ്ങളെ ഏറെ സ്നേഹിക്കുകയും ആഴത്തിലുള്ള വായന ഒരു ശീലമാക്കുകയും ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു PT തോമസ്. അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന തൊടുപുഴയിലെ തന്നെ നഗരസഭാ ലൈബ്രറിക്ക് PTയുടെ പേര് നൽകുന്നതിനായി ഐക്യകണ്ഠേന തീരുമാനിച്ച നഗരസഭാ കൗൺസിലിനും അതിനുവേണ്ടി പ്രമേയം അവതരിപ്പിച്ച നഗരസഭാ ചെയർമാനെയും MP അഭിനന്ദിച്ചു. തീർച്ചയായും കേരളത്തിന്റെ പൊതു സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ശ്രീ PTക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടമുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ജനാധിപത്യ ചേരിയുടെ വിഭവയായി നിന്നുകൊണ്ട് ജീവിതത്തിലുടനീളം അദ്ദേഹം പടപൊരുതിയിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ആദർശാത്മകമായ നിലപാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാദഗതികൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അകാലത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. തൊടുപുഴയിൽ 1991 മുതൽ നിയമസഭാ സാമാജികനായി കടന്നു വന്ന നാൾ മുതൽ, ഇനി അതല്ലെങ്കിൽ പൊതുരംഗത്ത് അദ്ദേഹം ചൂടുറപ്പിച്ച കാലഘട്ടം മുതൽ ഈ നാടിന്റെ എല്ലാ മേഖലയിലും അദ്ദേഹം സുപരിചിതനായിരുന്നു. പൊതു മേഖലയിൽ അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്ഥാവിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആളുകൾ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കേണ്ട കാര്യമാണ്. തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പിന്നീട് ഇടുക്കി പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ, പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ 2009 അദ്ദേഹം വിജയിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ എല്ലാ നിലയിലും PT ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ആസ്ഥാന കേന്ദ്രമായിരുന്നു തൊടുപുഴ എന്നുള്ളത് ഒരു വസ്തുതയായി നിൽക്കുകയാണ്. അപ്പൊ ജനാധിപത്യ ശൈലിയിൽ നിന്നുകൊണ്ട് ലൈബ്രറി കൗൺസിലിൽ മെമ്പറായി ആ സംവിധാനത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് അങ്ങോട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ലൈബ്രറിയുടെ പേര് അദ്ദേഹത്തിന് നൽകുന്നത് എന്തുകൊണ്ട് ഉചിതമാണ് എന്ന് തോന്നിയത്. ഈ വിധത്തിൽ നഗരസഭയിലൂടെ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷയമായി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. തൊടുപുഴ നഗരസഭയ്ക്ക് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ച മാത്രമേ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ PTയോടുള്ള ആ ഒരു വലിയ ആദരവും സ്നേഹവും കടപ്പാടും നമ്മൾ തൊടുപുഴക്കാർ ഈ ഒരു തരത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. PJ ജോസഫ് MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PG രാജശേഖരൻ, സനു കൃഷ്ണൻ, MA കരീം, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ KM ബാബു, ജോർജ് അഗസ്റ്റിൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് രാജു തരണിയിൽ, ട്രാക്ക് ഭാരവാഹികൾ സെബാസ്റ്റ്യൻ മാത്യു, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ക്ഷീര കർഷകർക്കായി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി.
ഇരട്ടയാറിൽ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എം മണി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീര കർഷകർക്കായി നൂതനമായ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇരട്ടയാറിൽ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദനത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. പാലുൽപാദനക്ഷമത കൂട്ടിയാൽ മാത്രമേ പാലുൽപാദനത്തിൽ മുന്നേറാൻ കേരളത്തിനാകൂ. അതിനായി ഗുണമേന്മയുള്ള സങ്കരയിന പശുക്കളെ കേരളത്തിൽ തന്നെ വളർത്തിയെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ 6 രൂപ 1 ലിറ്റർ പാലിന് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചത്. അതിൽ 5 രൂപ സംതിങ്ങും കേരളത്തിലെ ക്ഷീര കർഷകന് തന്നെ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കി. ഇപ്പോഴും നമ്മുടെ മിൽമ ചെയർമാൻ പറയും പാലിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. ശരിയാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം എന്നുണ്ടെങ്കിലും നമുക്കറിയാം പലപ്പോഴും ക്ഷീര കർഷകൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അതും കൂടി പരിശോധിക്കാം. ഇന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ 3 രൂപയുണ്ട്. അതുകൂടാതെ ഒരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ട്. നമുക്ക് മെൽമേൽ ഇനി വരുന്ന ഒഴിവുകൾ നികത്താൻ ക്ഷീര കർഷകരുടെ മക്കൾക്ക് ആനുകൂല്യം കിട്ടത്തക്ക നിലയിൽ അവർക്ക് കൂടി ജോലിയിൽ കയറത്തക്ക നിലയിലുള്ള പുതിയ ഗവൺമെൻറ് ഓർഡർ ഞങ്ങളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമായിരിക്കും. പലപ്പോഴും കർഷകൻ്റെ മക്കളെ നല്ല ഉപരിപഠനത്തിന് കൊണ്ടെത്തിക്കുമ്പോൾ ഒരു ജോലി കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ അത് നല്ല ക്വാളിഫിക്കേഷനുള്ള കുട്ടികളാണെങ്കിൽ അവരെ മിൽമയിൽ എടുക്കത്തക്ക നിലയിലുള്ള പുതിയ ഒരു സംവിധാനം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതും പ്രാവർത്തികമാക്കുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. എം മണി MLA അധ്യക്ഷത വഹിച്ചു. പാലിലെ മാലിന്യ സൂക്ഷ്മാണുശാസ്ത്രം എന്ന വിഷയത്തിൽ ഡയറി സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ലിജിമോൾ ജെയിംസ് സെമിനാർ നടത്തി. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന ക്ഷീരമേഖലയിലെ നൂതന പദ്ധതികളുടെ ഉദ്ഘാടനം, റിപ്പോർട്ട് അവതരണം, ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർ, ക്ഷീര സഹകരണ സംഘങ്ങൾ, മികച്ച ക്ഷീരസംഘം ജീവനക്കാരെ ആദരിക്കൽ, വിവിധ മത്സരങ്ങളിൽ വിജയികൾ അവർക്ക് സമ്മാന വിതരണം എന്നിവയും ഇതോടൊപ്പം നടന്നു. നാഗുതൊട്ടി ആപ്കോസ് പ്രസിഡന്റ് JN KK സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ, കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റെനീഷ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം രതീഷ്, ഇളംദേശം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, എറണാകുളം മിൽമ മേഖലാ യൂണിയൻ ബോർഡ് മെമ്പർമാരായ പോൾ മാത്യു, ജോൺസൺ KK, അജേഷ് മോഹനൻ നായർ, KSMSA സംസ്ഥാന പ്രസിഡന്റ് PR സലിംകുമാർ, വൈസ് പ്രസിഡന്റ് സണ്ണി തെങ്ങുംപള്ളി, ജില്ലാ പ്രസിഡന്റ് സോണി ചെള്ളാമടം തുടങ്ങി ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, വിവിധ സഹകരണ സംഘങ്ങൾ, ജനപ്രതിനിധികൾ, ക്ഷീരവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്ക് കാരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴവര അർബൻ PHCയുടെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു നാടിന്റെ ആരോഗ്യരംഗത്ത് തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോഴാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴവര അർബൻ PHCയുടെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ആശ്രയഭവൻ എന്ന പേരിൽ 5 കോടി രൂപ മുടക്കി കെട്ടിടം നിർമ്മിക്കുമെന്നും മെഡിക്കൽ കോളേജിലേക്ക് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വാഴവര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്നും ആശുപത്രിയുടെ എക്സ്റേ യൂണിറ്റിനായി 20 ലക്ഷം രൂപ മന്ത്രിയുടെ വ്യക്തിഗത ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നു. കെട്ടിട സൗകര്യങ്ങൾ വർദ്ധിച്ചു. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നല്ല സ്കൂളുകളുണ്ടായി. ഗവൺമെൻറ് സ്കൂളുകൾ ഒരു ഘട്ടത്തിൽ ഓടിട്ടതും ഓടുമേഞ്ഞതും ഷീറ്റിട്ടതും തറമെഴുകിയതുമൊക്കെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ, അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച വിദ്യാഭ്യാസ പുരോഗതിയെ നല്ലവണ്ണം സ്വാധീനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ മുൻ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. വാഴവര നഗര ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ് ജോയ് ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർമാൻ KJ ബെന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടിയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് KN, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ ഖയാസ് EK,
പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി, വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. കോലാനി ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ PJ ജോസഫ് MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭയിലെ പ്രധാന ജംഗ്ഷനുകളിലും മീഡിയനുകളിലും മോടി പിടിപ്പിക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. തൊടുപുഴ നഗരത്തിലെ 25 മീഡിയനുകളാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൊടുപുഴ നഗരസഭ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തൊടുപുഴ കോലാനി ജംഗ്ഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. ബേബി ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടുകൂടി 25 പോയിന്റുകളിലെ സമയബന്ധിതമായി നഗരസഭാ ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരുന്നു. ധാരാളം പദ്ധതികളും പരിപാടികളും ഈ നഗരത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പദ്ധതിയായി ഇപ്പോഴത്തെ ഈ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ മാറുന്നു എന്നുള്ളതിൽ എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിമാനിക്കാം. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാരണം അവർ തൊടുപുഴയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഈ മേഖലയിൽ നല്ല വിധത്തിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നു. ഇപ്പോൾ ഈ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ അവർ പങ്കാളിയാകുക വഴിയായി ഈ നാടിനോട് കാണിക്കുന്ന ഒരു വലിയ താല്പര്യമാണ്. അതുകൊണ്ട് സംശയമില്ല. 3 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചെയർമാൻ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ ബൈപ്പാസുകളും പുഴയോര പാതയും മനോഹരമാക്കുക എന്നതാണ് ലക്ഷ്യം. യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, ട്രാക്ക് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന സ്കൂൾ കലോത്സവം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ 9 സ്റ്റേജുകളിലായി 4 ദിവസങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാറത്തോട് ടൗണിൽ നിന്ന് ആരംഭിച്ച വിളംബര റാലിക്ക് ശേഷമാണ് യോഗം ആരംഭിച്ചത്. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിന് ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവം കുട്ടികളുടെ ഒരു ആഘോഷമാണ്. കലോത്സവത്തിൽ ഏറ്റവും പ്രധാനം പങ്കാളിത്തമാണ്. മത്സരം എന്നതിനേക്കാൾ ഉത്സവം, മത്സരാംശത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉത്സവാംശത്തിനാണ്. കുട്ടികൾ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും സാഹോദര്യവും ഒക്കെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് കലോത്സവങ്ങൾ. അന്യായമായിട്ടുള്ള മത്സരബുദ്ധി സൃഷ്ടിക്കുന്നതിനുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കലോത്സവം മത്സരത്തിനപ്പുറം കലയുടെ ഒരു ഉത്സവമായി ആഘോഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ കലോത്സവത്തിൽ പങ്കാളികളാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കലോത്സവത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനം. 70ഓളം സ്കൂളുകളിൽ നിന്നായി 3000-ൽ പരം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോർജ് തകടിയിൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK പ്രസാദ്, മേരി ജോർജ്, ഹൌസിംഗ് ബോർഡ് അംഗം ഷാജി കാഞ്ഞമല, സ്വാഗത സംഘം ചെയർമാൻ NV ബേബി, ജനറൽ കൺവീനർ ബിനോയ് ജോസഫ്, അടിമാലി AEO ആനിയമ്മ ജോർജ്, ജോയിന്റ് കൺവീനർമാരായ ജിലു മാത്യു, മനോജ് അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ബിജു വള്ളംപുരിയിടം, തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി വിൽസൺ KG തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. ജീവിതത്തിന്റെ തുടർന്നുള്ള മുമ്പോട്ട് പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി മാത്രമാണ് കൈവശമുള്ളത്. തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ്
കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു നടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ലക്ഷം വീട് പ്രദേശത്തെ 40-ലധികം കുടുംബങ്ങൾ. 44 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്ക് മാറി. ജീവിതത്തിന്റെ തുടർന്നുള്ള മുൻപോട്ട് പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നു. 9ഓളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായി മണ്ണിടിച്ചിലിൽ തകർന്നു. അടച്ചുറപ്പുള്ളൊരു വീടും സ്വന്തമായി ഭൂമിയും എന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. വീട്ടു സാമഗ്രികളും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പൂർണ്ണമായി വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു. അവ തിരികെ എടുക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണം. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല. ഇപ്പോൾ 2 ദിവസമായി ഞങ്ങൾ 8 വീട് പോയിട്ട് ഇവിടെ 2 ദിവസമായി ക്യാമ്പിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഒരു വീട് സംവിധാനങ്ങൾ ഇപ്പോൾ മാറാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ അധികാരികൾ ഉടനെ ഇത് സംവിധാനമാക്കി തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കത്തിപ്പാറ ക്വാർട്ടേഴ്സിലേക്ക് ശരിയാക്കി അങ്ങോട്ട് മാറാനുള്ള സംവിധാനം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആയിട്ടില്ല ഉടനെ. ഇപ്പോൾ ഞങ്ങൾക്ക് അത് ആക്കി തന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ വീട് പോയി, വീട് സ്ഥലം എല്ലാം പോയി, ഉടുതുണി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കാനുള്ള സംവിധാനം എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ സംവിധാനം, ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നെ. അത് ഒരു ക്യാഷായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമോ, എന്തെങ്കിലും സംവിധാനം ചെയ്യണം. വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോ എന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു. വീടുകളിൽ നിന്നും മാറ്റപ്പെട്ടവർ വീട്ടു സാധനങ്ങളും മറ്റും വിവിധയിടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നനച്ചിരിക്കാതെ ഇല്ലാതായി പോകുന്നതിന്റെ നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 44 കുടുംബങ്ങളെയാണ് ലക്ഷം വീട് ഭാഗത്തു നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത്. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടം ഒരുക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. അപ്രതീക്ഷിതമായി സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും അടിമാലി ലക്ഷംവീട് ഭാഗത്തെ കുടുംബങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല. കണ്ണടച്ചു തുറക്കും മുമ്പേ തങ്ങൾ ജീവിച്ചിരുന്ന ഇടം ദുരന്തഭൂമിയായി മാറിയെന്ന് വിശ്വസിക്കാനും പലർക്കും കഴിയുന്നില്ല. പരസ്പരം ആശ്വസിപ്പിച്ചും നൊമ്പരം ഉള്ളിലൊതുക്കിയും മുമ്പോട്ടു പോക്കിനായി വഴി തേടുകയാണ് കുടുംബങ്ങൾ. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 44 കുടുംബങ്ങളെയാണ് ലക്ഷംവീട് ഭാഗത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത്. കത്തിപ്പാറ, വെള്ളത്തുവൽ ഭാഗങ്ങളിലെ വൈദ്യുതി വകുപ്പിന്റെ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകളും മച്ചിപ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളിലും കുടുംബങ്ങളുടെ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്നലെ അറിയിച്ചത്. 9 വീടുകൾ പൂർണ്ണമായും 1 വീട് ഭാഗികമായും മണ്ണിടിച്ചിലിൽ തകർന്നിരുന്നു. പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്നും വീട്ടു സാധനങ്ങളോ രേഖകളോ ഒന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിന് സമീപത്തെ വീടുകളിൽ നിന്നും ആളുകൾ സാധന സാമഗ്രികൾ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടതിന്റെ ഞെട്ടൽ എല്ലാവർക്കുമുണ്ട്. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടം ഒരുക്കാനുള്ള അടിയന്തര നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഴയേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൊടുപുഴ ഷോറൂമിൽ 66 ഡേയ്സ് വെഡ്ഡിംഗ് എക്സ്പോ ഓഫറിന്റെ ഭാഗമായി നറുക്കെടുപ്പ് നടത്തി. തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റും സണ്ണി ദന്തൽ ക്ലിനിക് ഡയറക്ടറുമായ ഡോക്ടർ മെർലിൻ ഏലിയാസ് നറുക്കെടുപ്പ് നിർവഹിച്ചു. പഴയേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂമിൽ 66 ഡേയ്സ് വെഡ്ഡിംഗ് എക്സ്പോ ഓഫറിന്റെ ഭാഗമായി നറുക്കെടുപ്പ് നടത്തി. തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റും സണ്ണി ഡെന്റൽ ക്ലിനിക് ഡയറക്ടറുമായ ഡോക്ടർ മെർലിൻ ഏലിയാസ് നറുക്കെടുപ്പ് നിർവഹിച്ചു. ഇളന്തേശം മണപ്പാട്ട് റഷീദ് MR ആണ് നറുക്കെടുപ്പ് വിജയി. വിജയിക്ക് ഹീറോ സൂം സ്കൂട്ടർ സമ്മാനമായി നൽകി. എല്ലാവരും ഒരു അടിപൊളി കയ്യടിയോടെ. ഹലോ, റാഷിദ് അല്ലേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഒരു 90 ദിവസമായിട്ടുള്ള ആ നറുക്കെടുപ്പിൽ വിജയി നിങ്ങളാണ്, റാഷിദാണ്. ഇലക്ട്രിക് സ്കൂട്ടർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. പഴയേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഡയറക്ടേഴ്സ് മുന്നോട്ട് ഇറങ്ങിയത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അതുകൂടാതെ തന്നെ ഇന്നത്തെ ഈ
ഈ സ്വർണം നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. അത് ആഭരണത്തിലുടനീളം അതിനേക്കാൾ ഉപരി അതൊരു വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അത് നമ്മൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഉപകരിക്കും. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടും അത് വളരെ നല്ല ഒരു നീക്കമാണ് പഴയ ഗോൾഡൻ ഡയമണ്ട്സ് ഇങ്ങനത്തെ. ചടങ്ങിൽ ഡയറക്ടർമാരായ PM അബ്ബാസ് മാസ്റ്റർ പഴേരി, നിസാർ പഴേരി, റീജിയണൽ മാനേജർ ചാൾസ് വി ജോസ്, ബ്രാഞ്ച് മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കരിമണ്ണൂർ HSSൽ നടന്ന വിവിധ മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മത്സര സമാപനത്തോടനുബന്ധിച്ച് സമ്മാനദാനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB ദാമോദരൻ, മെമ്പർ മാത്യു കെ ജോൺ, KS ജോൺ, കരിമണ്ണൂർ പഞ്ചായത്ത് അംഗം AN ദിലീപ് കുമാർ, BDO അജയ്, AJ ജോയിന്റ് BDO ജ്യോതി ഉൾപ്പെടെ പങ്കെടുത്തു. സുസ്ഥിരവും നവീനവുമായ ആശയങ്ങളിലൂടെ ടൂറിസം രംഗത്ത് വൻ കുതിപ്പ് ലക്ഷ്യമിട്ട് വിഷൻ 2031 ശില്പശാല നടത്തി. ടൂറിസം മേഖലയിലെ അക്കാദമിക് വിദഗ്ധർ, വിദ്യാർത്ഥികൾ, വ്യവസായ പ്രതിനിധികൾ, സംരംഭകർ തുടങ്ങി 800-ലധികം ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. നവീന ആശയങ്ങൾ അടിസ്ഥാനമാക്കി സർവ്വതല സ്പർശിയുമായ സുസ്ഥിര വികസന പദ്ധതികളിലൂടെ ടൂറിസം രംഗത്തെ വൻ കുതിപ്പിന് തുടക്കമിട്ട് വിഷൻ 2031 ടൂറിസം ശില്പശാല. കുട്ടിക്കാനം മരിയൻ 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാനൽ ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സമാപന സമ്മേളനത്തിൽ ടൂറിസം വകുപ്പ് സെക്രട്ടറി K ബിജു അവതരിപ്പിച്ചു. തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ച് ഭാവി ടൂറിസം വികസനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇത് പേപ്പറിൽ മാത്രമുള്ള ഒരു പോളിസിയല്ല. ആ ടാസ്ക് ഫോഴ്സ് ഇതിനകത്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഡിസൈൻ പോളിസി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമാവണം. പിന്നെ ഡിസൈൻ പോളിസി ആവിഷ്കരിക്കുമ്പോൾ അത് ഡിസൈൻ പോളിസിക്ക് അനുസൃതമായിട്ടുള്ള ആണോ എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടാവണം. പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന മുമ്പ് ഡിസൈൻ സാങ്ഷൻ സ്റ്റേജ് കൂടി നടപ്പിലാക്കണമെന്ന് ഒരു സജഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഡിസൈൻ ഇന്നൊവേഷൻ ലാബ് സ്ഥാപിക്കണം. സ്റ്റേറ്റ് ഡിസൈൻ കൗൺസിൽ രൂപം കൊടുക്കണം. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആൻഡ് ഡിസൈനേഴ്സ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് അതിനൊരു പോളിസി അഡ്വൈസ് കൊടുക്കുന്ന ഒരു ബോഡിയായിട്ട് മാറാൻ ഉള്ള സാധ്യതയുണ്ട്. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ, കാരണം ഇപ്പോൾ LSGD ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യും, PWD ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യും, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അർബൻ സ്പേസസിൽ LSGDയുടെ പ്രൈവറ്റ് ആർക്കിടെക്ട്സ് ആണെങ്കിലും അവരൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്പേസ് ആൻഡ് ഡിസൈൻ ചാലഞ്ച് മെത്തേഡിൽ കൂടെ നല്ല ഡിസൈൻ രൂപം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ്സ്, റോഡ്സ്, ബിൽഡിങ്സ് അതിനെല്ലാം ഒരു ബ്യൂട്ടി ആൻഡ് ഡിസൈൻ എലമെൻറ്റ് അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കണം. പിന്നെ ഡിസൈൻ എഡ്യൂക്കേഷൻ സ്കൂൾ തലത്തിൽ തൊട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിനൊരു ഡിസൈൻ എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആൻഡ് കരിക്കുലം നമുക്ക് രൂപം കൊടുക്കാൻ സാധിക്കണം. പിന്നെ ഡിസൈൻ പോളിസി നിയമപരമായിട്ട് നിർബന്ധമാക്കുക. അതായത് അത് കമ്പൽസറി ഡിസൈൻ ഇന്നൊവേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഡിസൈൻ ഇന്നൊവേഷൻ കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഒരു ബിൽഡിങ്ങിന്. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ സ്കിൽ ഡെവലപ്മെൻറ്റും എംപ്ലോയബിലിറ്റിയും ഉറപ്പാക്കുന്നതിന് കരിക്കുലം ഫ്രെയിം വർക്ക് രൂപീകരിക്കണം. ടൂറിസം തൊഴിൽ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ തന്നെ ടൂറിസം സ്കിൽ ഓറിയന്റഡ് കോഴ്സുകളും സിലബസും തയ്യാറാക്കുക. സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തിന് കൂടുതൽ പ്രചരണം നടത്തുക. കേരള ജെൻഡർ ഇൻക്ലൂസീവ് ടൂറിസം സർട്ടിഫിക്കേഷൻ ആരംഭിക്കുക. ഗ്രീൻ വില്ലേജ് ടൂറിസം മാതൃകകൾ വികസിപ്പിക്കുക. ഇലക്ട്രിക്, സോളാർ, ബോട്ട് തുടങ്ങിയ പോലുള്ള പരിസ്ഥിതി സൗഹാർദ്ദ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഹിൽ ആൻഡ് പ്ലാന്റേഷൻ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുക. മലയോര മേഖലകൾ, തീരദേശം, കായലോരം എന്നിവിടങ്ങളിൽ സ്വാഭാവിക നീരൊഴുക്ക്, തദ്ദേശീയ നിർമ്മാണ വസ്തുക്കൾ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിർമ്മാണം എന്നിവ ഉറപ്പാക്കുക. സേവന നിലവാരവും ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തലത്തിലുള്ള ടൂറിസം ക്ലസ്റ്ററുകളിൽ ഫെസിലിറ്റേഷൻ, പരാതി പരിഹാര സെല്ലുകൾ സ്ഥാപിക്കുക. തുടക്ക വിവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശില്പശാലയിൽ ഉയർന്നു. ടൂറിസം മേഖലയിലെ അക്കാദമിക് വിദഗ്ധർ, വിദ്യാർത്ഥികൾ, വ്യവസായ പ്രതിനിധികൾ, സംരംഭകർ തുടങ്ങി 800-ലധികം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. സമാപന യോഗത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ബെവ്കോ ചില്ലറ വിൽപ്പനശാലകളിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാർക്ക് മാനേജ്മെന്റ് ശുപാർശ പ്രകാരമുള്ള അഡീഷണൽ അലവൻസ് വർദ്ധിപ്പിച്ചു നൽകാത്തതിലും നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന അഡീഷണൽ അലവൻസ് വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷ കക്ഷി ഭേദമന്യേ 6 സംഘടനകൾ ഈ മാസം 28, 29 തീയതികളിൽ പണിമുടക്ക് നടത്തും. 28-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി 14 ജില്ലകളിലും മാർച്ചും ധർണയും നടത്തുമെന്ന് INTUC തൊടുപുഴ റീജിയണൽ ഭാരവാഹികൾ അറിയിച്ചു. 29-ന് നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. യോഗം BEA സംസ്ഥാന സെക്രട്ടറി B മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VM ജോസഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ MM ജോർജ് കുട്ടി, സിജോ ഔസേബ് എന്നിവർ സമരപരിപാടികൾ വിശദീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു തോമസ് സ്വാഗതവും ട്രഷറർ G വെങ്കടേഷ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ PT തോമസ് സ്മാരക മുനിസിപ്പൽ ലൈബ്രറി പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷീര കർഷകർക്കായി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ഇരട്ടയാറിൽ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്ക് കാരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. വാഴവര അർബൻ PHCയുടെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൊടുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. കോലാനി ജംഗ്ഷനിൽ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.